സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യൻ സമാധാനത്തിനായി പലതും ചെയ്യുന്നു. ചിലർ ലഹരിയിൽ ആശ്രയിക്കുന്നു, അനന്തരഫലമോ നാശം. മറ്റു ചിലരാണെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു. ചിലർ ശാരീരിക വ്യായാമങ്ങളിലും മനസ്സിന് സന്തോഷം തരുന്ന വിനോദങ്ങളിലും ഏർപ്പെടുന്നു. എന്നാൽ ഇവയൊന്നും വിജയിക്കുന്നില്ല എന്നതാണ് വാസ്തവം. മറിച്ച് ഒരു താൽക്കാലിക ആശ്വാസം മാത്രം നൽകുന്നു. എന്നാൽ മനുഷ്യൻ്റെ അസമാധാനത്തിനുള്ള കാരണം അവൻ സമാധാനത്തിൻ്റെ പ്രഭുവായ സ്രോതസ്സായ ദൈവത്തിൽ നിന്ന് അകന്നു എന്നതാണ്. മനുഷ്യനിലുള്ള പാപവും പാപജീവിതവുമാണ് അതിന് കാരണം. എന്നാൽ സകല മനുഷ്യനെയും അവരുടെ പാപത്തിൽ നിന്നും പാപജീവിതത്തിൽ നിന്നും രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. യേശു സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ വഹിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു മരിച്ചു. യേശു മരണത്തിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ദൈവവും മനുഷ്യനും ഇടയിലുണ്ടായിരുന്ന പാപത്തിൻ്റെ മതിൽ ഇടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ ദൈവവുമായി മനുഷ്യനെ നിരപ്പിച്ചു. സമാധാനമില്ലാത്ത ഏതൊരു വ്യക്തിക്കും നിത്യസമാധാനം പ്രാപിപ്പാൻ യേശു നമ്മെ സഹായിക്കുന്നു. പ്രിയ സുഹൃത്തെ, ഇന്ന് സമാധാനമില്ലാതെ ജീവിക്കുന്നുവോ? യേശുവിൽ വിശ്വസിപ്പിൻ. നിങ്ങളുടെ ജീവിതം യേശുവിന് തുറന്നു കൊടുക്കുവിൻ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യസമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.